വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പതിനായിരങ്ങളെ അണിനിരത്തി മുസ്ലിം ലീഗിന്റെ മഹാറാലി കോഴിക്കോട് കടപ്പുറത്ത് നടന്നു. ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രമുഖ നേതാക്കൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ആഞ്ഞടിച്ചു. പൗരത്വ നിയമം, ഏക സിവിൽ കോഡ്, പലസ്തീൻ ഐക്യദാർഢ്യം എന്നീ വിഷയങ്ങളിൽ മുസ്ലിം ലീഗ് സംഘടിപ്പിച്ച വൻ പ്രതിഷേധത്തിന്റെ തുടർച്ചയായിരുന്നു വഖഫ് നിയമത്തിനെതിരായ മഹാറാലിയും. രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ ചെറുതാക്കുന്ന നിയമമാണ് വഖഫ് എന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. രാജ്യത്ത് നിലവിലുള്ള വഖഫ് സ്വത്തുക്കൾ ഇതൊക്കെ കയ്യേറ്റത്തിന് വിധേയമാകാനുള്ള എളുപ്പ വഴികളാണ് പുതിയ നിയമത്തിലൂടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയിട്ടുള്ളത്. മുമ്പ് ആരോ പറഞ്ഞിരുന്നല്ലോ, ചൗക്കിദാർ ചോർഹയെന്ന്. അതിപ്പോ വഖഫിൽ നടപ്പാക്കുവാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നു. അപ്പൊ ഇതിനെതിരെയുള്ള ശക്തമായിട്ടുള്ള എതിർപ്പാണ് കഴിഞ്ഞ ലോക്സഭയിൽ രാജ്യത്തെ മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും ഉയർത്തിയത്. ഈ ഭേദഗതി എന്നുള്ളത് മുസ്ലിങ്ങളെ മാത്രം ബാധിക്കുന്ന ഭേദഗതിയല്ല, രാജ്യത്തിന്റെ നിയമത്തെ തന്നെ ബാധിക്കുന്ന ഭേദഗതിയാണ്. രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തെ, രാജ്യത്തിന്റെ ഭരണഘടനയെ ചെറുതാക്കുന്ന നിയമമാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവരാൻ പോകുന്നത്. പാർലമെന്റിനെ അധപ്പതിപ്പിക്കാൻ മോദിയുടെ ശ്രമം ചർച്ചകളിലൂടെ പരിഹരിക്കാവുന്ന മുനമ്പം വിഷയം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഷളാക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. റാലിയിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കേണ്ടിയിരുന്ന പഞ്ചാബ് PCC പ്രസിഡന്റും ലോക്സഭാംഗവുമായ അമരീന്ദർ സിംഗ് രാജാവാറിംഗിന്റെ വീട്ടിൽ ED റെയ്ഡിനെ തുടർന്ന് പരിപാടിയിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. പകരം കർണാടക റവന്യൂ മന്ത്രി കൃഷ്ണഭൈര ഗൌഡ ചടങ്ങിൽ മുഖ്യാതിഥിയായി. മോദിക്കും BJP സർക്കാരിനും എതിരെ കൃഷ്ണഭൈര ഗൌഡ ആഞ്ഞടിച്ചു. This Waqf issue started in Karnataka. BJP in Karnataka made up all kinds of lies about imaginary issues about Waqf. They created a controversy for 3-4 months under the chief ministership of Sri Siddaramaiah ji. We were ready for a discussion in the assembly. We allowed them to say whatever lies they wanted to say. Siddaramaiah ji and myself, we wanted to reply to all their lies in the floor of the assembly. BJP did not want to face the truth. After having said all their lies, they ran away from the assembly itself. But on the floor of the assembly, Siddaramaiah ji and myself demolished all the lies BJP had made up about the Waqf issue. BJP is propagating, BJP is spreading nothing but lies, lies, lies about Waqf. They are all full of lies. തെലുങ്കാന വനിതാ ശിശുക്ഷേമ മന്ത്രി ധൻസാരി അനസൂയ സീതാക്ക, മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി, സംസ്ഥാന സെക്രട്ടറി PMA സലാം എന്നിവരും പ്രസംഗിച്ചു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി എത്തിയ പ്രവർത്തകർ ചെറുപ്രകടനങ്ങളായാണ് ബീച്ചിലെ മഹാറാലിക്കെത്തിയത്. കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.